നമസ്കാരം. ഇന്ത്യയടക്കം വിവിധ രാജ്യങ്ങളിൽ കടുത്ത പ്രതിഷേധം ഉയരുമ്പോഴും അമേരിക്കയിൽ നിന്ന് നാട് കടത്തുന്ന അനധികൃത കുടിയേറ്റക്കാരെ ചങ്ങലയിട്ട് വിമാനത്തിൽ കയറ്റുന്നതിന്റെ വീഡിയോ പങ്കുവച്ച് വൈറ്റ് ഹൗസ്. അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലെത്തിച്ച രീതിയിൽ കടുത്ത വിമർശനം ഉയരുന്നതിനിടയിലാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. കൈക്കും കാലിലും ചങ്ങലയിട്ട് ആളുകളെ വിമാനത്തിലേക്ക് കയറ്റുന്നതാണ് 41 സെക്കൻഡുള്ള വീഡിയോയിലുള്ളത്. ഒരു പെട്ടിയിൽ നിന്ന് നിരവധി ചങ്ങലകൾ ഉദ്യോഗസ്ഥൻ പുറത്തെടുക്കുന്നതും കാണാം. അതേസമയം ആരുടെയും മുഖം വെളിപ്പെടുത്തിയിട്ടുമില്ല. സൈനിക വിമാനത്തിൽ കയറ്റുന്നതിന് തൊട്ടു മുൻപ് ഇന്ത്യക്കാരുടെ അടക്കം കൈയിലും കാലിലും ചങ്ങലയിടുന്ന ദൃശ്യങ്ങൾ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ വൈറ്റ് ഹൗസ് പുറത്തുവിടുകയായിരുന്നു. നാട് കടത്തപ്പെട്ടവരോട് കാട്ടിയത് ക്രൂര നടപടിയാണെന്ന് ആരോപിച്ച് രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കൾ പ്രതിഷേധമുയർത്തുന്നതിനിടയിലാണ് വീഡിയോ പുറത്തു വന്നത്. 41 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയാണ് പുറത്തു വന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒരു വിമാനം കാണാം. ഒരു ഉദ്യോഗസ്ഥ വിമാനത്തിൽ കയറാൻ നിൽക്കുന്നയാളെ പരിശോധിക്കുന്നു. ശേഷം ഇന്ത്യക്കാരൻ മറ്റൊരു ഉദ്യോഗസ്ഥന് മുന്നിലെത്തുന്നു. ഈ ഉദ്യോഗസ്ഥൻ അയാളുടെ കയ്യിലും കാലിലും ശരീരത്തിലുമെല്ലാം ചങ്ങല കൊണ്ട് ബന്ധിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ധാരാളം ചങ്ങലകൾ നിരത്തി വെച്ചിരിക്കുന്നതും വീഡിയോയിലുണ്ട്. ഇങ്ങനെ ബന്ധിക്കപ്പെട്ടവർ പടികൾ കയറി വിമാനത്തിനുള്ളിൽ പ്രവേശിക്കുന്നതും കാണാം. ഇവരുടെ മുഖം വീഡിയോയിൽ വ്യക്തമല്ല. ഈ മാസം ആദ്യമാണ് അമേരിക്കയിൽ അനധികൃതമായി കുടിയേറി 332 ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചയച്ചത്. കുടിയേറ്റക്കാരെ വഹിച്ചുകൊണ്ടുള്ള 3 US സൈനിക വിമാനങ്ങൾ അമൃത്സറിൽ വന്നിറങ്ങി. യാത്രക്കിടെ തങ്ങളെ ചങ്ങലയിൽ ബന്ധിച്ചിരുന്നുവെന്നും ടോയ്ലറ്റിൽ പോകാൻ പോലും അനുവദിച്ചില്ലെന്നും തിരിച്ചെത്തിയ കുടിയേറ്റക്കാർ പറഞ്ഞിരുന്നു. US ബോർഡർ പെട്രോൾ മേധാവി മൈക്കൽ W. ബാങ്ക്സ് നേരത്തെ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് അയക്കുന്നതിന്റെ ദൃശ്യങ്ങളായിരുന്നു അവ. ഇതിന് പിന്നാലെ ഇന്ത്യക്കാരോട് കാട്ടിയത് മനുഷ്യത്വരഹിതമായ പെരുമാറ്റമാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ വിമർശിച്ചിരുന്നു. എന്നാൽ നാട് കടത്തപ്പെട്ടവരുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് US സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമത്തിന്റെ ഭാഗമാണെന്നും മുൻ വർഷങ്ങളിലും ചങ്ങലയിൽ ബന്ധിച്ചാണ് കുടിയേറ്റക്കാരെ ഇന്ത്യയിൽ എത്തിച്ചതെന്നുമാണ് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പാർലമെന്റിൽ പറഞ്ഞത്. പുരുഷന്മാരോട് മാത്രമാണ് ഇങ്ങനെ കാട്ടിയത്. സ്ത്രീകളോടും കുട്ടികളോടും അവർ മോശമായി പെരുമാറിയിട്ടില്ലെന്നും ജയശങ്കർ വ്യക്തമാക്കിയിരുന്നു. സൈനിക വിമാനത്തിൽ കൈവിലങ്ങ് വെച്ചാണ് തങ്ങളെ തിരിച്ചെത്തിച്ചതെന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയവർ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. കാലുകളും കൈകളും ഉൾപ്പെടെ വിലങ്ങ് വെച്ചെന്നും സീറ്റിൽ നിന്ന് നീങ്ങാൻ പോലും സാധിക്കാത്ത സാഹചര്യമായിരുന്നുവെന്നും അവർ പറഞ്ഞിരുന്നു. ശാരീരികവും മാനസികവുമായി ഏറെ ബുദ്ധിമുട്ടിലായിരുന്നുവെന്നും തിരിച്ചെത്തിയവർ കൂട്ടിച്ചേർത്തു. ഇതിനു പുറമെ സിഖ് മതവിശ്വാസികൾക്ക് അവരുടെ മതാചാരമായ തലപ്പാവണിയാനും അനുവദിച്ചില്ല എന്ന ആരോപണവും ഉണ്ടായിരുന്നു. ഇതുവരെ 3 വിമാനങ്ങളിലായി അനധികൃത കുടിയേറ്റക്കാരായ 332 ഇന്ത്യക്കാരെയാണ് US നാട് കടത്തിയത്. ഞായറാഴ്ച രാത്രി എത്തിയ വിമാനത്തിൽ 31 പഞ്ചാബുകാരാണ് ഉണ്ടായിരുന്നത്. 44 പേർ ഹരിയാന സ്വദേശികളും 33 പേർ ഗുജറാത്തിൽ നിന്നുള്ളവരുമായിരുന്നു. ആകെ 112 പേരെയാണ് ഞായറാഴ്ച ഇന്ത്യയിൽ എത്തിച്ചത്. ഈ സംഘത്തിൽ 19 സ്ത്രീകളും 14 കുട്ടികളും 2 നവജാത ശിശുക്കളും ഉണ്ടായിരുന്നു. ഫെബ്രുവരി 5-നാണ് ഇന്ത്യക്കാരുമായുള്ള ആദ്യ വിമാനം അമൃത്സറിലെത്തിയത്. പിന്നാലെ ഫെബ്രുവരി 15-ന് രണ്ടാമത്തെ സംഘം എത്തി. അതേസമയം ഇന്ത്യക്ക് നൽകുന്ന സാമ്പത്തിക സഹായം അമേരിക്ക റദ്ദാക്കിയിട്ടുണ്ട്. സാമ്പത്തിക സഹായം നൽകിയിരുന്നതിനെ ചോദ്യം ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. തിരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനെന്ന പേരിൽ 160 കോടി രൂപയാണ് അമേരിക്ക ഇന്ത്യക്ക് നൽകിക്കൊണ്ടിരുന്നത്. ഈ സഹായം ട്രംപ് റദ്ദാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ട്രംപ് ദിവസങ്ങൾക്ക് മുമ്പാണ് കൂടിക്കാഴ്ച നടത്തിയത്. പിന്നാലെയാണ് സാമ്പത്തിക സഹായം റദ്ദാക്കിയത്. ഒരു തരത്തിൽ ഇന്ത്യയെ സാമ്പത്തിക ശക്തിയെ അംഗീകരിച്ചാണ് നടപടി. സർക്കാരിന്റെ ചെലവ് കുറയ്ക്കൽ വിഭാഗമായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ DOGE ആണ് ഇന്ത്യക്കുള്ള ധനസഹായം നിർത്തലാക്കാനുള്ള നിർദ്ദേശം US സർക്കാരിന് നൽകിയത്. സാമ്പത്തിക വളർച്ചയുള്ള ഉയർന്ന നികുതി ചുമത്തുന്ന ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തിന് അമേരിക്കയുടെ സാമ്പത്തിക സഹായത്തിന്റെ ആവശ്യമില്ലെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടു. US സർക്കാരിന്റെ ചെലവ് ചുരുക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതുതായി രൂപവൽക്കരിച്ച വിഭാഗമാണ് DOGE. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സേവ് അമേരിക്ക പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ് പുത്തൻ വിഭാഗവുമായി ട്രംപ് രംഗത്തിറങ്ങിയത്.